सीताराम देशम चक्कमुक्कु देशम सीताराम देशम അടുത്തത് ചക്കമുക്ക് ദേശം, അടുത്തത് ശങ്കരമംഗല ദേശം. അലോക്കേഷൻ വഴി കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള തുകയിൽ നിന്ന് അത് ഉത്സവകാല ആഘോഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 80 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 എന്ന് പറയുന്നത് മാർച്ച് 31 കഴിഞ്ഞു കാലഘട്ടത്തിലെ 80 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൊടുത്തത്. 24 ലക്ഷമാണ് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിച്ചത്. ഒരു 9 ലക്ഷം രൂപയുടെ അധികം ചെലവെന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷൻ ക്യാബിനറ്റിൽ നിന്ന് സാധ്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെ മൊത്തം ഏതാണ്ട് 89 ലക്ഷമാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 ലക്ഷവും അതിൽ നിന്ന് 20 ലക്ഷം നെഹ്റു ട്രോഫി, 20 ലക്ഷം ഉത്രട്ടാതി വള്ളംകളി. അതിൻ്റെ പാരമ്പര്യ സ്വഭാവം വളരെ കൾച്ചറലായിട്ടുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് അതുകൂടി കഴിഞ്ഞ തവണ സാധിച്ചില്ല. ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക്. ഈ വർഷം പുലിക്കളി സംഘങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ വളരെ കൃത്യമായിട്ട് IAS-കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിന്റെ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പ് ആണോ ഫണ്ടാണോ, ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ആത്യന്തികമായിട്ടൊരു സെൻട്രൽ സപ്പോർട്ട് ഫണ്ട് തന്നെ. അതിന് ചില പാരാഫർമേറ്റ് ഗൈഡ് ലൈൻസ് അത് പുലിക്കളി സംഘങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ. ഇത് DTPC-യിലേക്കാണ് കേരള സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്നത്. അവിടെ ഇരിക്കുന്ന ടൂറിസം സെക്രട്ടറി തുടങ്ങി ജില്ലാ കളക്ടർ, DTPC-യിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അധമ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബിജു എന്ന് പറയുന്ന കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറിയെ ഒരു 25 തവണ അങ്ങോട്ട് വിളിച്ച് ഞാൻ മന്ത്രിയായതിനു ശേഷം നടക്കുന്ന 2ാമത്തെ പുലിക്കളിയാണ്, എനിക്കിതിൽ പങ്കാളിയായേ മതിയാവും എന്ന് നിർബന്ധപൂർവം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കത്ത് വരാതെ ഒരു കാരണവശാലും ഇത് അവിടെ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്യാൻ. കാരണം ഇന്ന് വരെ കേന്ദ്ര ടൂറിസത്തിൽ നിന്നോ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നോ പുലിക്കളിക്ക് ഒരു തുക അനുവദിച്ചു വന്ന ചരിത്രം ഭൂമി മലയാളത്തിനുണ്ടായിട്ടില്ല. അത് തൃശ്ശൂർക്കാരുടെ ബൃഹത്തായ രാഷ്ട്രീയത്തിന് അതീതമായ നിശ്ചയത്തിന്റെ പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ടൂറിസം മന്ത്രിയായി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു പുതിയ മുന്നേറ്റം തന്നെയാണ്. ഇതിപ്പോ തുടങ്ങിയ പ്രണയമല്ല. ഞാൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൗത്ത് സോൺ കൾച്ചർ വഴിയാണ് അന്ന് പ്രധാനമന്ത്രിയോട് പുലിക്കളി ട്രഡീഷൻ, ഇത് ജനങ്ങളുടെ ഉത്സവമാണ്, ഒരു ദേവസ്വത്തിന്റെ അല്ല, ഒരു കോർപ്പറേഷന്റെയും അല്ല, ഒരു മന്ത്രിസഭയുടെയും അല്ല, ഇത് ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സൗത്ത് സോൺ കൾച്ചർ സെന്റർ വഴിയാണ് 1 ലക്ഷം രൂപ വെച്ചെന്ന് എൻ്റെ ഓർമ്മ കൊടുത്തു.
ആ 1 ലക്ഷം രൂപ പോരാ എന്ന് നിശ്ചയിച്ച് 2-3 വർഷം ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നാണ് 50,000 രൂപ വെച്ച് ഓരോ ടീമിനും ഞാൻ കൊടുത്തത്. അപ്പൊ ഈ പുലിക്കളി സംഘത്തോടും ആ സംസ്കാരത്തോടുമുള്ള പ്രണയം തുടങ്ങിയത് MP ആയതിനു ശേഷമല്ല. അത് തുടരും, ഇനി അത് വളരുകയും ചെയ്യും. ആ പാരമ്പര്യത്തെ തന്നെയാണ് പ്രണയിച്ചു പോകുന്നത്. അങ്ങനെ തന്നെ തുടരും. അപ്പോ ഇത് കൃത്യം 10 ദിവസമോ 8 ദിവസമോ പുലിക്കളിക്ക് അവശേഷിക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാനിത് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കും. ഇതുവരെ കേരള സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം ഇവിടെ എത്തിയിട്ടില്ല രേഖാമൂലം എന്നറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുമൻ പിള്ള എന്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുകയാണ്. അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ മെയിലിലേക്ക് റിക്വസ്റ്റ് ജമ്പ് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനും ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ല, അവർക്ക് ഇതെല്ലാം നോക്കണ്ടേ? ആ പേപ്പർ വന്നതിന് ശേഷം 5-ാം ദിവസമാണ് പ്രോസസ് ചെയ്ത് ഗ്രാന്റഡ് എന്ന് പറഞ്ഞ് നോട്ടീസ് വരുന്നത്. പക്ഷെ ആ നോട്ടീസ് വന്നതിന്റെ 3-ാം ദിവസം പുലിക്കളിയാണ്. പക്ഷെ എന്താണ് നമ്മള് ഒരു മലയാളത്തിൽ പറഞ്ഞ ലൊട്ടിലൊടുക്ക് ഓഫീസർക്കല്ല ഇത് അയച്ചത്. ഒരു സംസ്ഥാനത്തിന്റെ വകുപ്പ് സെക്രട്ടറിക്കും DTPCക്കും ജില്ലാ കളക്ടർക്കുമാണ് അയച്ചത്. ഞാൻ എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? ഉദ്യോഗസ്ഥരെ വേദനിപ്പിക്കാനല്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥരെല്ലാം ഇതിന് ഉത്തരവാദികളാണെന്ന് ഞാൻ ഇവിടെ അടിയുറപ്പിച്ച് സ്ഥാപിക്കും. ആ ഉദ്യോഗസ്ഥരല്ലെങ്കിൽ വന്ന് ഇതിന് മറുപടി പറയട്ടെ. വായിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമല്ല. അല്ലെങ്കിൽ ശിഖ പറയട്ടെ. ഞാൻ ശിഖ ആ ഡെഡ് ലോക്കിലേക്ക് കൊണ്ട് അമർത്തുന്നില്ല. ഇത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയുമല്ല ചെയ്തത്. എനിക്കറിയില്ല ഞാൻ തൃശ്ശൂര് ഇലക്ഷന് നിൽക്കാൻ പോകുന്ന ആളാണെന്ന്. പക്ഷെ പൂരത്തെയും പുലിക്കളി പോലെയുള്ള കുമ്മാട്ടിക്കളി പോലെയുള്ള കലകളെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള ഒരു അധിക ആവേശം ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്ന് നിങ്ങൾ എന്നെ പാഠം പഠിപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള ആവേശമൊന്നും വേണ്ട, സ്നേഹവും വേണ്ട എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ എന്നെ പഠിപ്പിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല എന്ന് തീർത്ത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ആ വീഴ്ച എന്റെ ഭാഗത്ത് നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ തീർത്തും ഒരണുവിട പങ്കാളിത്തം ഇല്ലാത്ത ഒരു തെറ്റിനെ പാപമാക്കി മാറ്റി ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഏതൊക്കെ പിശാചുക്കളാണ് ഇത് ഉപയോഗിച്ചത് അവർ പ്രായശ്ചിത്തം ചെയ്യണം, പശ്ചാത്തപിക്കണം. Administrational statement, not a political statement. ഇത്രയും പറയാതെ വയ്യ. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ തന്നെ തൃശ്ശൂർക്കാർ മുഴുവൻ, ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൗരൻ വരെ മനസ്സിലാക്കുന്നത് പാവങ്ങളാണ് ഈ കലാപ്രകടനവുമായി നിങ്ങളെ ആനന്ദിപ്പിക്കാൻ വലിയ ഉത്സവം, അതിന്റെ പേരിൽ കുറെ കച്ചവടം. എത്ര കോടി രൂപയുടെ കച്ചവടമാണ് പുലിക്കളിയുടെ പേരിൽ നടക്കുന്നത്? അതിന്റെ പങ്കെങ്ങാണോ അവർക്ക് കിട്ടുന്നുണ്ടോ? ആരൊക്കെയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്? ചെറുകിട കച്ചവടക്കാർ വരെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25,000, 5,000, 10,000, 50,000 രൂപ വരെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം പരസ്യങ്ങളും വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ടൂറിസം ഇൻക്രെഡിബിൾ ഇന്ത്യ ഒരു 24 ലക്ഷം വെച്ച് കൊടുത്തപ്പോ അതിന്റെ ഒരു ലോഗോ പോലും വന്നില്ല എന്ന് പറയുന്നത് നിയമപരമായി വലിയ വീഴ്ച തന്നെയാണ്. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാൻ അതിന്റെ ആദ്യത്തെ ഫയൽ ഒപ്പിട്ടത്.
കാരണം ഇത് ഇപ്പൊ റെക്കോർഡിക്കലായി കഴിഞ്ഞു. കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്നേറ്റ് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള രേഖകളും കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അനുവദിച്ചത്. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ, കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ഒരാളാണ് ഇതിനെ കൂടെ പിടിച്ചത്. ഇത്രയും അധമനാവുക എന്തിനു വേണ്ടിയായ? ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നൽകാൻ സാധിച്ചു. ഈ വർഷം 25 നൽകും. എൻ്റെ ആഗ്രഹം ഈ 80 ലക്ഷം കേരളത്തിന് ഉത്സവാഘോഷം എന്നുള്ളത് 1-1.5 കോടിയാവുന്ന നിമിഷം ഇത് 25-ൽ നിന്ന് 50 വരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള പരിശ്രമം നിങ്ങളുടെ എംപിയുടെ ഭാഗത്ത് നിന്നുണ്ട്. അതിന്റെ പേരിൽ ആരും എനിക്ക് വോട്ട് ചെയ്യില്ല. വിഷയങ്ങൾ പലതും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. എത്ര ലക്ഷം രൂപയുടെ പദ്ധതികളാണ് MP ലാഡ്സിൽ മുടക്കി വെച്ച് അതും ആ ഇലക്ഷൻ ഉപയോഗിച്ച്. ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത മാസം മുതൽ ഞാൻ MP ലാഡ്സിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചോണം. അപ്പൊ നോണയല്ലേ എഴുന്നള്ളിച്ചത്? ഇനി ഇപ്പൊ ഇവിടെ വെച്ച് പബ്ലിക്കായിട്ട് ഞാനത് മേയർ ഇരിക്കുമ്പോൾ പറയണമെന്ന് വിചാരിച്ചാണ്. ശക്തൻ മാർക്കറ്റ് ഒരു ഓപ്പൺ ലുലു മോൾ എന്ന് പറയുന്നത് ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷന് വന്ന് കൊടുത്ത വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കിയെടുക്കാൻ 200 കോടിയുടെ പ്രോജക്റ്റ്, അത് 3 ഫേസ് ആയിട്ട് 99 ലക്ഷമാണ് ആദ്യത്തെ ഗഡുവായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. സ്വദേശ് ദർശന്റെ എൻഹാൻസ്ഡ് വേർഷനാണ് വരുന്നത്. SD3 അല്ല, 2.0യുടെ എൻഹാൻസ്ഡ് വേർഷൻ വരുന്നതിനകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള DPR ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 2021-ൽ വർഗീസ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങിയതാണ്. കൂടുള്ള വർഗീസാണ് അത് കലക്കിയത്. ഇന്ന് വരെ തന്നിട്ടില്ല DPR. പക്ഷെ 4 ദിവസം മുമ്പ് മേയറും ഡെപ്യൂട്ടി മേയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആർക്കിടെക്ട്സ് എല്ലാവരും അവിടെ എറണാകുളത്ത് എൻ്റെ പെട്രോളിയം കോൺഫറൻസ് റൂമിൽ വന്ന് ഏതാണ്ട് 3.5 മണിക്കൂറാണ് ഗോവയിൽ ഞങ്ങൾ ഇന്ത്യ ടൂറിസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറിൻ ടൗൺ സെന്റർ ആ ഡിസൈൻ വെച്ച് ഡിസ്കസ് ചെയ്തത്. അവർ പൂർണ്ണ തൃപ്തരായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ DPR എനിക്ക് സെപ്റ്റംബർ 1-ന് മുമ്പ് കിട്ടിയിരിക്കണം. ഓണം കഴിഞ്ഞ ഉടനെ, പുലിക്കളി കഴിഞ്ഞ ഉടനെ മേയറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗോവയിൽ പോയി ഈ സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ അധികമായിട്ട് വേണം? പ്രധാനമായിട്ടും മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഫ്ലവർ മാർക്കറ്റ്, ഇതിനു വേണ്ടി വരുന്ന ഒരു സമുച്ചയവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇനി വടക്കുംനാഥ ക്ഷേത്ര മൈതാനം മറ്റൊരു പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശിരസ വഹിച്ചിരിക്കും, അനുസരിച്ചിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പക്ഷെ അവിടെ നടക്കുന്ന മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്ന ഒരു വേദി കൂടി ഈ പറയുന്ന ഓപ്പൺ മാളിന്റെ ഏറ്റവും മുകളിലത്തെ ടെറസിൽ സാധ്യമാക്കുന്ന തരത്തിലൊരു ഡിസൈനാണ് മേയറും സംഘവും മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ടെക്നിക്കലായിട്ടും പിന്നെ പൊളിറ്റിക്കലായിട്ടും, ഒരു കോർപ്പറേഷനൊക്കെ ആകുമ്പോൾ വിവിധ തരം കലക്കികളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. എണ്ണം കുറവാണെന്നേ ഉള്ളൂ. അവരെ എല്ലാം സമാധാനപ്പെടുത്തിക്കൊണ്ട് ഇത് മുമ്പോട്ട് പോയാൽ തൃശ്ശൂരിന് ചാർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ തിലകക്കുറി അതായിരുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാനിത് തൃശ്ശൂർ വരുന്ന കാലം മുതൽ അനുഭവിക്കുന്നതാണ്, കളക്ടർ ഡെയിലി അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജംഗ്ഷൻ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ റോഡിന്റെ അവസ്ഥ, ആ റോഡ് അങ്ങനെ അവിടെ ബ്ലോക്ക്. അവിടുത്തെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഗട്ടറാണ്.
അവിടെ എല്ലാ വണ്ടിയും ഇടഞ്ഞാണ് നീങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ട്രാഫിക് ബ്ലോക്ക്. ഞാൻ വാഗ്ദാനം തരുന്നു, എൻ്റെ പെട്രോളിയം കമ്പനീസിനെ കൊണ്ട് ആ റൗണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഒരു ലെവലിലേക്ക് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞാൻ കൊണ്ടെത്തിക്കാം. എനിക്ക് അനുവാദം തരുമോ ഇല്ലയോ എന്ന് പ്ലാനിംഗ് ഓഫീസർ, കാരണം MP ലാഡ്ജിൽ നിന്ന് ചെയ്യാൻ ഒക്കത്തില്ല. ആ ബോട്ടിൽ നെക്ക് അവിടുന്ന് നീങ്ങിയാൽ അവിടേക്ക് വരുന്ന 5 റോഡിന്റെ ട്രാഫിക് എന്ന് പറയുന്നത് ഈസിലാണ്. അവിടെ ഒരു സിഗ്നൽ ലൈറ്റും വെച്ച് തരാൻ തയ്യാറാണ്, ഹൈമാസ്റ്റും വെച്ച് തരാൻ തയ്യാറാണ്. ഇതിപ്പോ ഒരു യൂട്ടിലിറ്റിയിലെ വീക്ക്നെസ് എന്താണെന്ന് അനുഭവത്തിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കാലമായിട്ട് മനസ്സിൽ കിടന്നത് ഇപ്പൊ വന്നപ്പോ പറഞ്ഞത്. ഇനി എന്റെ MP ലാഡ്ജിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയയെ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരൂ. കാരണം ജനങ്ങൾ ഇത് അറിയണം. അധമന്മാർ ചുറ്റുവട്ടത്ത് ഇപ്പോഴും ഉണ്ട്. അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. സത്യം പറയാൻ തുറന്നു. അധമ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം ഞാൻ നേരിടും, നെഞ്ചു വിരിച്ച് നേരിടും. വരുന്നവർ വരട്ടെ. പുലിക്കൽക്കാർക്ക് അവരോട് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ തെറ്റിദ്ധരിച്ചു, അതിലെ വിഷമമൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് ഒരു തെക്കന്റെ സാംസ്കാരിക നഗരിയോടുള്ള പ്രണയം മാത്രമാണ്, ഒരു MP-യുടെയോ മന്ത്രിയുടെയോ അല്ല. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി, കാരണം ഇനി അടുത്ത ആയുധം അതാണെന്ന് എനിക്കറിയാം. നമ്മുടെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 16 ലക്ഷം രൂപ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് ട്രസ്റ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. അമ്മ മാതാ അമൃതാനന്ദമയി ദേവി 50 ലക്ഷം തരാൻ തയ്യാറാണെന്ന് ഇവിടെ അമ്മയുടെ സത്സംഗിന് വന്നപ്പോൾ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ ഈ 16 കൂടി ചേർത്ത് ഈ കുടുംബങ്ങളിലെ സ്കൂൾ പഠനത്തിന്റെ കാലഘട്ടത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയവരുടെ മക്കൾ, ഇപ്പൊ കല്യാണം കഴിക്കാത്ത മക്കളില്ലാത്ത ആൾക്കാർ, അവരുടെ ചേട്ടന്റെ അനിയന്റെ മക്കൾ, അവർക്ക് വേണ്ടി ഒരു കൺസോർഷ്യത്തിന് വേണ്ടിയായിരിക്കും ഈ തുക നീക്കിവെക്കുന്നത്. അല്ലെങ്കിൽ ഇത് അമ്മയ്ക്ക് പാതി, ഭാര്യയ്ക്ക് പാതി, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ തല്ലും വഴക്കും നടക്കുന്നത് കൊണ്ട് അതിലേക്കൊരു വലിയ അനുഗ്രഹം നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇതാണ് അതിന് പറ്റും. അത് അമ്മയുമായിട്ട് ചർച്ച ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെന്നാണോ 16 കുടുംബങ്ങളെയും വിളിച്ചിരുത്തി കളക്ടർ ഒരു സമവായത്തിൽ എത്തുന്നത്, അതിന്റെ പിറ്റേന്ന് ആ ചെക്കും കൈമാറുന്നതായിരിക്കും.